കേരളത്തെ നടുക്കിയ വയനാട് ദുരന്തത്തിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ നടത്താൻ തീരുമാനം. കാണാതായവരെ കണ്ടെത്തുന്നതിന് മേഖലയിലെ പഴയകാല ചിത്രവുമായി താരതമ്യം ചെയ്താവും തെരച്ചിൽ. ഉരുൾപൊട്ടലിൽ പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ മൺകൂനകളുടെ ഉയർച്ച വ്യത്യാസം മനസ്സിലാക്കി പരിശോധന ശക്തമാക്കും. വയനാട് ദുരന്തത്തിൽ മരണം 365 സ്ഥിരീകരണം. തെരച്ചിലിന്റെ 5ാം ദിനത്തിൽ കണ്ടെത്തിയത് 14 മൃതദേഹങ്ങളാണ്. മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യം അറിയാൻ ഐബോർഡ് സംവിധാനം അടക്കം ഉപയോഗിച്ചാണ് പരിശോധന നടന്നത്. NDRF K9 ഡോഗ് സ്ക്വാഡ്, ആർമി K9 ഡോഗ് സ്ക്വാഡ്, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്, പോലീസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ, മെഡിക്കൽ ടീം, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ഡെൽറ്റ സ്ക്വാഡ്, നേവൽ, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ 11 സേനാ വിഭാഗങ്ങളിലെ 1264 പേരാണ് 5ാം ദിവസം 6 മേഖലകളിലായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തിയത്. മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്ന ചാലിയാറിൽ വ്യാപക പരിശോധന നാളെയും തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി 206 പേരെയാണ് കണ്ടെത്താനുള്ളത്. മരിച്ചവരിൽ 30 കുട്ടികളും ഉൾപ്പെടുന്നു. ചാലിയാറിലെ കൂറ്റൻ പാറക്കല്ലുകൾ ബോട്ടിറക്കുന്നതിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പുഴയിലിറങ്ങിയും ചെറുതോണികളിലും ഇന്ന് തെരച്ചിൽ നടന്നു. നിലമ്പൂരിൽ നിന്ന് ഇതുവരെ കിട്ടിയത് 73 മൃതദേഹവും 131 ശരീരഭാഗങ്ങളുമാണ്. നിലമ്പൂർ, മാച്ചിക്കൈ, ഇരുട്ടുകുത്തി, അമ്പൂട്ടാൻപെട്ടി, തൊടിമുട്ടി, നീർപ്പുഴമുക്കം എന്നിവിടങ്ങളിൽ നിന്നായി 16 മൃതദേഹങ്ങളാണ് ഇന്ന് കണ്ടെത്തിയത്. 4 ദിവസത്തെ തിരച്ചിലിൽ ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയത് 73 മൃതദേഹങ്ങളും 132 ശരീരഭാഗങ്ങളും. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് 34 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ചാലിയാറിലെ ജലനിരപ്പ് താഴ്ന്നതോടെ രൂപപ്പെട്ട മൺതിട്ടകളിൽ നിന്നാണ് ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സൈന്യത്തിന്റെയും പോലീസിന്റെയും ഹെലികോപ്റ്ററും ഡ്രോണും ഇന്ന് തിരച്ചിലിന് എത്തി. അപകടത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിന് ഫോട്ടോഗ്രാഫി ഫോൾഡറും മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത കുടുംബങ്ങളെയും പരിശോധിക്കും.